ഇപ്പം പറഞ്ഞൊരു വാചകം, നിങ്ങളുടെ ആ പാമ്പിൻ്റെ ശക്തി നിങ്ങളുടെ കാലിൻ്റെ കീഴിലോട്ട് വരാൻ വേണ്ടി പോവുക. സകലതും നിങ്ങളുടെ കാലിൻ്റെ കീഴെ വരാൻ വേണ്ടി പോവുക. എനിക്ക് ദൈവം തന്ന വചനമായി പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പം കറക്റ്റ് പരിശുദ്ധാത്മാവ് അതിലോട്ട് കൊണ്ടുവന്നു. ഞാൻ അതുകൊണ്ട് ആ ഒരു വാക്യം പറഞ്ഞ് ദൈവം പറഞ്ഞതിലോട്ട് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർ 1-1 അധ്യായം 20, 21, 22, 23. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ കൂടുതലും പ്രസംഗിക്കുന്ന പഴയ നിയമത്തിനകത്തുനിന്നും പിന്നെ പുതിയ നിയമത്തിലെ മത്തായി അങ്ങനെയുള്ള ലേഖനങ്ങളോട് കുറച്ച് അധികം പോകാറില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതലും ലേഖനങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പാസ്റ്റർ വന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ ഒന്ന് ചിരിച്ചു. കാര്യം പാസ്റ്റർ ഇതിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഡയറക്ഷൻ കർത്താവ് ഇങ്ങോട്ട് തിരിച്ചു. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സഭയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വരാൻ വേണ്ടി പോവുക. ഇതിനകത്തെ 19 വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഉപ്പിടുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഉപ്പിടുന്ന സമയത്ത് കാര്യം ബൈബിളിനകത്ത് എല്ലായിടത്തും പറയുന്നുണ്ട്. പല സമയത്തും പ്രവാചകൻ ഉപ്പ് ഉപയോഗിച്ച കാര്യം പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇപ്പം തന്നെ പറഞ്ഞു നിർത്തിയതുപോലെ യേശു പറയുന്നത് നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിൽ ഇതൊരിക്കലും ആരും എനിക്ക് പറഞ്ഞു തന്നല്ല, ആരെങ്കിലും ഒരു പ്രത്യേക ടീച്ചിങ് തന്നൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ഉള്ളിൽ തോന്നിയിട്ട് ഈ കാര്യം അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീടിൻ്റെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ ഈ ഹെഡ് ലോഡ് വർക്കേഴ്സ് ഉണ്ടല്ലോ, അതായത് ചുമട്ടുതൊഴിലാളി എന്ന് പറയും. ഈ ലോഡ് വന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടല്ലാതെ ഇറക്കിക്കാൻ പറ്റത്തില്ല, അതങ്ങനെയാണ്. അപ്പോൾ ഇത് എൻ്റെ വീട് കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കി, ഞങ്ങളുടെ തന്നെ പണിക്കാർ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ ഇങ്ങനെ വന്നു, ശല്യപ്പെടുത്താൻ വേണ്ടി വന്നു. ഈ പുള്ളിക്കാരൻ്റെ ശല്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വന്നു. കാര്യം നമുക്ക് ഈ മാനുഷികമായിട്ട് നമ്മൾ ലോകക്കാർ കാണിക്കുന്ന അവരോട് കാണിക്കാൻ വേണ്ടി പെടത്തില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ചെയ്ത കാര്യം, പുള്ളി പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പെടുത്തിട്ട് ഞാൻ അവിടെ ഒരു ബൗണ്ടറി ഇട്ട്, ഇനി ഈ വഴിയിൽ നിന്ന് കയറാൻ പാടില്ല. പിന്നെ വന്നിട്ടില്ല. ഇത് പല ഇൻസിഡന്റ് എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ റെവലേഷൻ കിട്ടിയിട്ട് നിങ്ങൾ ചെയ്താൽ ഭയങ്കര എഫക്റ്റീവാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലും വരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരാണോ അവരുടെ ജീവിതത്തിലും വന്നിരിക്കും. കാരണം വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ഈ ലേഖനത്തിൽ പറയുന്ന കാര്യം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അക്കോർഡിംഗ് ടു ദ വർക്കിംഗ് ഓഫ് ഹിസ് മൈറ്റി പവർ. നോക്കിയാണെങ്കിൽ ഈ ശക്തിയുടെ പ്രത്യേകത, അത് ലോകത്തിലെ ശക്തിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. എൻ്റെ അറിവിൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഹയർ റിലത്തിൽ നിൽക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പവറാണ്. ന്യൂക്ലിയർ ബോംബ്. നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ന്യൂക്ലിയർ എടുക്കാൻ വേണ്ടി പോകുന്നൊക്കെ പറയുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത അതിൻ്റെ മുകളിലാണ്. ഒരു വാക്യമുണ്ട്, യേശുവിൻ്റെ ശക്തി സകല സൃഷ്ടിയെയും തൻ്റെ വചനത്താലാണ് ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഈ ന്യൂക്ലിയർ പവർ എന്നൊക്കെ അവർ പറയും, പക്ഷെ നമുക്കറിയാം അതിനുള്ളിൽ വ്യാപരിക്കുന്നത് യേശുവിൻ്റെ ശക്തിയാണ്. പക്ഷെ ഈ ലേഖനം പറയുന്ന സമയത്ത് താഴോട്ട് പറയുവാണേ, ഇതേ ശക്തി അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുക, which he wrote in Christ when he raised him from the dead and set him at his own right hand in the heavenly places. അതായത് ഇതേ ശക്തി യേശു ക്രിസ്തുവിൽ ഒരിക്കൽ വ്യാപരിച്ചു. സംഭവിച്ച കാര്യം, മരണത്തിൽ നിന്ന് മാറ്റിയിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്ത് എഴുന്നേറ്റു. അതിനുശേഷം സംഭവിച്ച കാര്യം, ഒരു സ്ഥലത്ത് കൊണ്ട് അവിടെ ഇരുത്തി.
നമ്മൾ ഇത് മലയാളത്തിൽ വായിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അവിടെ അവനെ മരിച്ചവരുടെ ഇരുന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇംഗ്ലീഷിലോട്ട് വരുമ്പം ആൻഡ് സെറ്റ് ഹിം അറ്റ് ഹിസ് ഓൺ റൈറ്റ് ഹാൻഡ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. കാര്യം ഓർത്തോണം, ഈ ഒരു ശക്തി നിങ്ങളുടെ ഇടയിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ആ ശക്തിയുടെ പ്രത്യേകത അതിന് നിങ്ങളെ ശത്രുവിന് തൊടാനാകാത്ത ഒരു റലത്തിൽ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. എനിക്ക് വേണമെങ്കിൽ എത്ര ശ്രമിച്ചാലും ഞാൻ ആഗ്രഹിക്കുക, എനിക്ക് പല സ്പിരിച്വൽ റലങ്ങളുണ്ട്. നമുക്ക് ആ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പല 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 സ്പിരിച്വൽ റലം. നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിച്ചു, നമ്മൾ ആ എക്സാം എഴുതി 2ിലോട്ട് കയറി, അത് കഴിഞ്ഞ് നമ്മൾ 10ൽ വന്നു, അത് കഴിഞ്ഞ് പിന്നെ എന്നാ പറയുന്നത് ഹൈ ഗ്രാജുവേഷനിൽ പോയി. ഓരോ സമയവും നമ്മുടെ ലെവല് മാറിക്കൊണ്ടിരിക്കുക. ഹൈ സ്പിരിച്വൽ റലങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, ഈ ശക്തി വ്യാപരിച്ച ശേഷം ഹെവൻലി പ്ലേസസിൽ കൊണ്ട് കർത്താവിനെ ഇരുത്തി. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളും ഇരിക്കും. യേശുവിൻ്റെ അടുത്ത് എന്താ പറയുന്നത്, യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ ചെന്ന് പറഞ്ഞു, വലത്തും ഇടത്തും ഒന്ന് ഇരുത്താൻ വേണ്ടി പറ്റുമോ? യേശു പറഞ്ഞു, അത് പിതാവ് ചെയ്യിച്ചിരിക്കുന്ന കാര്യമാണ്, എൻ്റെ അതേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ സംഭവിച്ച കാര്യം, ഇന്ന് നമ്മൾ ഇരിക്കുന്നത് യേശുവിലാണ്. യേശു എവിടെ ഇരിക്കുന്നു, അതേ സ്ഥലത്ത് ഹെവൻലി പ്ലേസസിൽ നമ്മളെ കർത്താവ് ഇരുത്തിയിരിക്കുന്നു. അതും പിന്നെ അതിൻ്റെ ഒത്തിരി റിലംസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തി അതിലോട്ട് കയറാൻ വേണ്ടി പോവാ. ഈ സ്ഥലത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവിനെ അവിടെ കൊണ്ട് ഇരുത്തി, അവിടെ എഴുതിയിരിക്കുക, സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും, for above the principality and power and might and dominion and every name that is named, not only in this world but also in that which is going to come. വരാൻ പോകുന്ന അതിലും കൂടെ കർത്താവിനെ ഇരുത്തിയിരിക്കുക. ഇരുത്തി കഴിഞ്ഞ സമയത്ത് സംഭവിച്ച കാര്യം, സർവവും അവന്റെ കാൽ കീഴിലാക്കി വെച്ചു, അവനെ സർവത്തിനും മീതെ തലയാക്കി. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യം, യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് എഴുതിയിട്ടുണ്ടോ അത് എനിക്ക് ആപ്ലിക്കബിൾ ആണ്, അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ ഇരിക്കുന്ന തലം ബാക്കി ഒന്നിനും നമ്മളെ ടച്ച് ചെയ്യാനാവാത്ത വിധത്തിൽ ഹയർ തലത്തിലാണ്. ഇപ്പോൾ ഒരിക്കലും ഒരാൾ പറയുക, നിങ്ങൾക്കെതിരെ ഒരാൾ ക്ഷുദ്രം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മന്ത്രവാദം പ്രയോഗിച്ചിട്ടുണ്ട്, സത്യമായ കാര്യമായിരിക്കും, സംഭവിക്കും. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന പ്ലേസിനെ കുറിച്ച് നിങ്ങൾക്ക് റെവലേഷൻ ഉണ്ടെങ്കിൽ തൊടാൻ പറ്റത്തില്ല. ഇതാണ് സത്യം, തൊടാൻ പറ്റത്തില്ല. പണ്ട് തൊട്ട് കാണും, പക്ഷെ നിങ്ങൾ ഓർത്തോണം, ഇപ്പോൾ കർത്താവ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന കൊണ്ട്, നിങ്ങളും യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന കൊണ്ട്, സകലതും കർത്താവിൻ്റെ കാൽ കീഴിലായിരിക്കുന്ന പോലെ തന്നെ ആ റെവലേഷനിൽ നിങ്ങളുടെ കാൽ കീഴിലാണ്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ കാര്യം, അതേ കാര്യം നിങ്ങളുടെ ഇടയിൽ സംഭവിക്കും. അതേ കാര്യം ഏത് കാര്യത്തിനകത്താണോ നിങ്ങൾക്ക് ഇതുവരെ ജയിച്ച് കയറാനാകാത്തത്, ഏത് കാര്യത്തിനകത്താണോ നിങ്ങൾ പല സമയത്തും പരാജയപ്പെട്ടു പോയിരിക്കുന്നത്, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അതിലോട്ട് നിങ്ങൾ പ്രവേശിക്കും, അതിലോട്ട് നിങ്ങൾ പ്രവേശിക്കും. ഞാൻ ചെയ്യുന്ന കാര്യം, ഇപ്പം നമ്മളിവിടെ ഇപ്പം ഈ ഒപ്പിടുന്ന കാര്യം ഒരു പ്രോഫറ്റിക്കൽ ആക്ഷനാണ്. കാര്യം അറിയാം, അത് പരിശുദ്ധാത്മാവ് പാസ്റ്ററുടെ ഹൃദയത്തിൽ കൊടുത്തിട്ട് അത് പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞൊരു പ്രോഫറ്റിക്കൽ ആക്ഷനാണ്. ഞാൻ അടുത്തൊരു പ്രോഫറ്റിക്കൽ ആക്ഷനോട് ഞാൻ പറയുക, നിങ്ങൾ അതുപോലെ ചെയ്യണം എന്ന് ഞാൻ പറയുന്ന ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ഇതുവരെ കടക്കാൻ പറ്റാത്ത മേഖല, അതിലേക്ക് നിങ്ങൾ വിശ്വാസത്തോടെ കാല് ചവിട്ടി പ്രവേശിക്കണം. അങ്ങനെ ചെയ്താൽ ആ ഡൊമീനിയൻ അവിടം കൊണ്ട് തീരും, അവിടം കൊണ്ട് തീരും. നിങ്ങൾക്കത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നിങ്ങളിത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുക. ഇന്ന് ഞാനിത് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാം. സ്പെസിഫിക് ആയിട്ട് പറയുവാണേ, നിങ്ങളോട് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വസ്തുവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഉള്ള ഒരു എന്താ പറയുന്നത്, ഒരു ബ്ലാക്ക് മാജിക്, ക്ഷുദ്രം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഇന്ന് നമ്മളവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ കെട്ട് അവിടം കൊണ്ട് ബ്രേക്ക് ആവും. ചിലരുടെ ഗ്രോത്ത് തടസ്സപ്പെട്ടിരിക്കുക, അത്
ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൂടെ ഞാൻ കണക്ട് ചെയ്ത് പറയുവാണ്. നിങ്ങളുടെ പണ്ടത്തെ ഡെവലപ്മെന്റ് അല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ ഹെൽത്തിന്റെ പണ്ടത്തെ അവസ്ഥയല്ല നിങ്ങൾക്ക്. എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ മേൽ ഇന്നൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കും. അതിൻ്റെ മേൽ ഞാനിത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, നിങ്ങൾ എവിടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന ആ റെവലേഷനിലേക്ക് വരിക. ആ റെവലേഷനകത്ത് ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. ഞാൻ ഇതിന് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി ഒരു കാര്യം പറഞ്ഞു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, പരിശുദ്ധാത്മാവ് അങ്ങ് മൂവ് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് നന്ദി, അങ്ങ് മൂവ് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ലഹറോധീരിയോ റഹസിഖോ റഹധീരിയോ ലഹറഫോ ഷഹറധീരിയോ ലഖോ റഹധീരിയോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഒരു സ്ഥലത്തിൻ്റെ വിൽപ്പന നടക്കാൻ മേലാതെ കുരുങ്ങിക്കിടക്കുവാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിനെ അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഈ വചനം നിങ്ങൾ എപ്പോൾ കേൾക്കുന്നു, എപ്പോഴാണ് കേൾക്കുന്നത്, ഇതിന് ടൈം ലിമിറ്റ് ഇല്ല. ഇത് ചിലപ്പോൾ നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കേൾക്കുന്നത്, പക്ഷേ ഇതിന് ടൈം ലിമിറ്റ് ഇല്ല. നിങ്ങൾ വിശ്വസിക്കുക, അത് സംഭവിക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ കുരുക്കുകളെ, സ്ഥല സംബന്ധമായ കുരുക്കുകൾ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല കേസുകളും, സകല ബന്ധുക്കൾ തമ്മിലുള്ള ആ അസ്വാരസ്യങ്ങൾ, ആ ഒരു ഭിന്നതകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. റിഖോ റഹധിരിഖോ ഷഹറധിഖോ ലഹറോധോ റഹധിഖോ റഫോ ലഹസിഖ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, സഭയ്ക്ക് വേണ്ടി കർത്താവെ, ആ സഭയുടെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കർത്താവെ, അങ്ങയുടെ ആ വാഗ്ദത്തത്തെ ഞാൻ വീണ്ടും ഓപ്പൺ ആക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അത് ഞങ്ങളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഈ സമയത്ത് കർത്താവെ, അതിൻ്റെ വാതിലുകളെ ഞങ്ങൾ ഒരുമിച്ച് തുറക്കുന്നു. ആ വാതിലുകളെ ഞാൻ ഒരുമിച്ച് തുറക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നമുക്ക് ഒന്ന് എഴുന്നേക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ലഹറധിബോ റഖോ ലഹറിഥീരിയോ ഷഹറഥീരിയോ ലഹറഭോ റഹഥീരിയോ റഖോ ലഹറഭോ ഷഹറഥീരിയോ സഖാറഥി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുവാണ്. ഞാൻ ഇപ്പം വീണ്ടും ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം, നിങ്ങളുടെ അധികാരത്തിൻ്റെ റലം ചേഞ്ച് ആകാൻ വേണ്ടി പോവുക. അധികാരത്തിൻ്റെ റലം ചിലരുടെ മേൽ ഈ പറഞ്ഞ അതേ അധികാരം വെളിപ്പെടും. നിങ്ങൾ ചവിട്ടുന്ന ഇടം നിങ്ങളുടെ ആയിട്ട് മാറും. ലറമോ ഷോക്കോ റഥിഖോ റഥിമ റഖ ലഖോ റഥിധിയോ റധരോഖോ ലഹറഥിഖോ റഷിഖ രഥോ ലഹറഥിരിയോ. In the name of Jesus, in the name of Jesus, in the name of Jesus. Hallelujah, hallelujah. Ratha rakho latha rakho rathitho laritho rahashaharathiriyo. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ ശക്തി മൂവ് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് നന്ദി. അങ്ങയുടെ ശക്തി മൂവ് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. രഥ റോഖോ ലഥ രഥോ ലറധോ റഹശഹരഥിഥോ ലഥോ രഥോ റഖോ ലഥിബോ റഹസിഖ റിഥിഥി ഹോ റഖ ലഥോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ. നമ്മളിപ്പോൾ ഒരു പ്രോഫറ്റിക്കൽ ആക്ഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ലഥറോധോ ജഖോ രഥിഥിയോ റഖ ലഥിരിയോ Zikarathiriyo. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോറിയാധിയോ ലാധിയോ റബോ ഹോറിദാനമോ ഹോലാധിയാരിയോ ധിയാരബോ ഹോലിയാധിയാരിയോ ധുരോബോരിയാധിയോ ഹോറിയാധിയോ ലിയാധിയോ റബോ
Oriataroshiko latirio rogo. Ola cario tiana mora cadarogo. Alo coriatiara bora catiara do. La coribiari go shigiriadoro. La corabo shikana mora tialabo. Holiati mora tia shaharatiola boria. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു അതോറിറ്റിയിലേക്ക് കയറുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് വരാം. ഞാൻ നിർബന്ധിക്കത്തില്ല, നിങ്ങൾക്ക് അങ്ങനെ ദൈവം തോന്നിച്ചാൽ മാത്രം. ലസിഖോ രഥ റോഖോ ലഹതിഖോ റഹതീരിയോ സിഖാറഥോ ലഹറതീരിഖോ ഷഹറതീഖോ. സഭയുടെ മേൽ ദൈവം ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. സഭയ്ക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം യേശുവിൻ്റെ നാമത്തിൽ. പാതാള ഗോപുരങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യത്തില്ല, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഹറഖോ ഷഹറതീഖോ ലതീഖോ രഥ റഖോ റഥീഥോ ലഥ റഥോ ഷഹറതീഖോ യഖറഥിയോ റഹതീലിയോ റഫോ ഷഹറതീലിയോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്ന ഒരു ബൗണ്ടറി, ഒരു ലൈൻ കാണുവാണ്. നിങ്ങളെ ഫ്രണ്ടിലോട്ട് വിടുന്നതിൻ്റെ ഒരു ബൗണ്ടറി ലൈൻ, അതിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ വിശ്വസിച്ച് ഇപ്പോൾ ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ട് വരുന്ന സമയത്ത് അത് ബ്രേക്ക് ആവും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്പിരിച്വൽ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ലസിഖോ റഫോ റിഥീരിയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞാൻ ആ ബൗണ്ടറികളെ ഇവരുടെ ജീവിതത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ അത് ബ്രേക്ക് ആകട്ടെ. യേശുവിൻ്റെ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരു 2 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് കയറിയും യേശുവിൻ്റെ നാമത്തിൽ. ലത്തിഖോ റഥറിഖോ ഷഹറതി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വലിയ മിറക്കിളിന് വേണ്ടി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റിയലി മൂവ് ചെയ്യുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണ്, സഭയുടെ സ്ഥലത്തിലോട്ട് നമ്മൾ എൻ്റർ ആയിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് നമ്മൾ ഇവിടെ ഈ ഒരു ഹോളിൽ അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയാ, സഭയ്ക്ക് വേണ്ടി ദൈവം വെച്ച ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മളിപ്പോൾ എൻ്റർ ആയി കഴിഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഞാനതിനെ അതുപോലെ റിലീസ് ചെയ്യും. റസിഖോ റഥീഖോ ലഥീരാഖാ ശിഖാ റഥാറാഖോ. യേശുവിൻ്റെ നാമത്തിൽ ഐ റിലീസ് ദ അതോറിറ്റി. യേശുവിൻ്റെ നാമത്തിൽ സ്ഥലങ്ങളുടെ മേലുള്ള ബന്ധനങ്ങളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. സ്ഥലങ്ങളുടെ മേലുള്ള ബന്ധനത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ലസിഖോ റഥിഖോ റഥിഖാ ലഹറിഖോ സിഖറഥോ റഹശിഖോ റഥാനമ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എല്ലാ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പിരിച്വൽ അറ്റാക്കിനെയും യേശുവിൻ്റെ നാമത്തിൽ ലഥിരഥറോഖോ റഥറഖോ ലഥിരിഖോ. യേശുവിൻ്റെ നാമത്തിൽ സ്പിരിച്വൽ അറ്റാക്സിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാവിധ സ്പിരിച്വൽ അറ്റാക്കിനെയും യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു വലയിൽ നിന്നും പൊട്ടി പുറത്തു വരിക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഞാൻ അതുപോലെ റിലീസ് ചെയ്യുന്നു. റഥറഖോ ലഹറിഖോ ഷഹറഥിരിയോ റഥിഖോ ലഥിഖോ റഥിമാ ഷഖോ റഥി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ ശക്തിയെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഹറഫോ ലസിഖാ റഥിരിയോ സിഖോ റഥോ ലഹറഥിഖോ റഥിമാറഖോ ഷഖോ റഥിരിഖോ ലഹറഥിരിയോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ ശക്തിയെ ഞാൻ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ലസഖോ റഥിമാ റഖോ ഷഹറഥിഖോ ലഥിമാ ലഹറോഖോ ഷഹറഥിരിഖോ ലഹറഫോ. യേശുവിൻ്റെ നാമത്തിൽ ഐ റിലീസ് എ ബ്രേക്ക് ത്രൂ ഇൻ യുവർ ലൈഫ് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില മന്ത്രവാദ ശക്തികളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ലഹശിപിഖോ റഥറോഖോ
നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ജീവിതം മാറും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. I release a breakthrough. ഞാനൊരു മത്സ്യത്തെ കാണുന്നു. നിങ്ങളുടെ നോക്കുന്ന സമയത്ത് ഞാനൊരു മത്സ്യത്തെ കാണുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ആ ഒരു ബ്രേക്ക് ത്രൂവിനെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യും യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഒരു സ്പിരിച്വൽ അതോറിറ്റിയെ in the name of Jesus I release right now in the mighty name of Jesus. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഒരു next realm of ministry I release it in your life in the name of Jesus. Laharithiko shako ratiko ratirio lahasiko latimarahoshiko roto laharapo. ദൈവം മിനിസ്ട്രികളെ ഓപ്പൺ ആക്കുക. മിനിസ്ട്രികൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിനിസ്ട്രി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. I release a breakthrough right now in the name of Jesus. യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, സകല പൈശാചിക ബന്ധനങ്ങളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. I release a freedom. ഒരു സ്വാതന്ത്ര്യത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ കാലിൽ നിന്ന് ഒരു ചങ്ങല അഴിഞ്ഞു പോകുക, ഒരു ചങ്ങല അഴിഞ്ഞു പോകുക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കാലിൽ നിന്ന് ആ ചങ്ങലയെ ഞങ്ങൾ ഒരുമിച്ച് അഴിച്ചു കളയും യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഇപ്പോൾ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയിൽ അങ്ങ് വെച്ചിരിക്കുന്ന പ്രവാചകന്മാർ, അപ്പോസ്തോലന്മാർ, പ്രവാചകികൾ, കർത്താവേ, അവർ പുറത്തു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. I release a breakthrough in your life. I release a breakthrough. Lasiko ratimaratho lakaratiko zibiri. I am breaking the limit. I am breaking the limit. I am breaking the boundary in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് ദൈവം ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാം. നിങ്ങളുടെ ബിസിനസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാം യേശുവിന്റെ നാമത്തിൽ. അതുപോലെ ഞാൻ റിലീസ്